കേൾക്കാം. ചോദ്യങ്ങൾ അതിന്റെ ഏറ്റവും കൃത്യമായ സമയത്ത് ചോദിക്കുന്നതിലാണ് രാഷ്ട്രീയത്തിന്റെ ഡിപ്ലോമസി അടങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമയത്തല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പിന്നീട് ഏതു സമയത്താണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യവും തെറ്റാണ് എന്ന് വസ്തുതകൾ നിരത്തി സമർത്ഥിക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരിന് ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. ട്രംപ് 12 തവണയാണ്, ഒരു തവണയല്ല, 2 തവണയല്ല, 12 തവണയാണ് ട്രംപ് ഈ കഴിഞ്ഞ ദിവസം പോലും പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തില് ട്രംപ് പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ അയവ് വരുത്തിയത് ഞാനാണ്, എന്റെ ഇടപെടലാണ്. അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള തർക്കത്തിലും ഞാൻ മധ്യസ്ഥത വഹിക്കാം, പ്രശ്നം പരിഹരിക്കാം. അതിനുശേഷം റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ആ പ്രസ്താവന ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള റഷ്യയെ പോലും അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് കൺവിൻസ് ചെയ്യിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം. ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ വിമർശിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോട് അങ്ങനെ പറയരുത്, അങ്ങ് പറയുന്നത് തെറ്റാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കാരണം ഈ ഓപ്പറേഷൻ, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും, ഓപ്പറേഷൻ സിന്ദൂരിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കുന്ന പ്രധാനമന്ത്രി തന്നെ. അതിനുള്ള ശ്രമങ്ങൾ നടത്തണം, അതിനുള്ള ദൗത്യ സംഘങ്ങളെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വായിൽ തന്നെ വേണം. പിന്നെ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവിടെ 1 മാസം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട്. ഇവിടെ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പാർലമെന്റ് വിളിച്ചു കൂട്ടണം. എന്തിനാണ് ഗവൺമെന്റ് ഈ പാർലമെന്റിനെ ഭയപ്പെടുന്നത്? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ എല്ലാ ചർച്ചകളും, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടൊക്കെ എല്ലാ ചർച്ചകളും സുതാര്യമായും സത്യസന്ധമായും ജനങ്ങളുടെ മുന്നിൽ മറവില്ലാതെ ചർച്ച ചെയ്യേണ്ട വേദിയാണ് പാർലമെന്റ്. ആ പാർലമെന്റിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടാതെ വരുമ്പോൾ ഇതുപോലുള്ള ചോദ്യം ചോദിക്കും. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ഈ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷം ഇന്ത്യയുടെ ഡിപ്ലോമസി അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം ഈ അടുത്ത സമയത്ത് പാകിസ്ഥാൻ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 ഫോറങ്ങളുടെ, ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിന്റെ 2 ഫോറങ്ങളുടെ അധ്യക്ഷ പദവിയിലും ഉപാധ്യക്ഷ പദവിയിലും പാകിസ്ഥാൻ എത്തിയിരിക്കുക. അതിലൊരു ഉപാധ്യക്ഷ പദവി ഏതാണെന്ന് അറിയാമോ? കൗണ്ടർ ടെററിസം കമ്മിറ്റി, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ കൗണ്ടർ ടെററിസം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് പാകിസ്ഥാനെ തെരഞ്ഞെടുത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ലോകമെമ്പാടും നടത്തുന്ന ഈ ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സിന് എന്ത് റിസൾട്ടാണുള്ളത്? ലോകത്ത് മറ്റൊരു രാജ്യത്തെയും പാകിസ്ഥാനാണ് ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് പിന്നിലെന്ന് കൺവിൻസ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വിദേശ നയം അമ്മ പരാജയപ്പെട്ടതല്ലേ? അതൊന്ന്. 2, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിട്ടുള്ള താലിബാൻ സാങ്ഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഈ ലോക രാജ്യങ്ങളെല്ലാം നമുക്ക് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ സുപ്രധാനമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള 5 രാജ്യങ്ങൾ അടങ്ങുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ, അവരേകമായിട്ടാണ് തീരുമാനിക്കുന്നത് പാകിസ്ഥാനെ ഇതിന്റെ ചെയർമാനാക്കുക അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനാക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ആദ്യം IMF $1 ബില്യൺ വിട്ടു, നമ്മൾ എതിർത്തു. പക്ഷെ IMF വിട്ടു. തൊട്ടു പിന്നാലെ വേൾഡ് ബാങ്ക് വരുന്നു, എത്ര ബില്യൺ അകത്ത്? 40 ബില്യൺ. അത് ഏറ്റവും അവസാനം ഇന്നലെ കേൾക്കുന്നത് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, $800 മില്യൺ പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇന്ത്യ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇത് മുഴുവൻ പാകിസ്ഥാൻ അവിടെ കൊണ്ടുപോയി ഇന്ത്യക്കെതിരെ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഹബ്ബാണ്, ലോക തീവ്രവാദത്തിന്റെ മുഴുവൻ ഹബ്ബാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തണം, അതിനുവേണ്ടി ലോക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് മറ്റു രാജ്യങ്ങളെല്ലാം പാകിസ്ഥാൻ അനുകൂലമായി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയുടെ നയതന്ത്രം, ഇന്ത്യയുടെ വിദേശകാര്യ നയം അമ്പയെ പരാജയപ്പെട്ടു എന്ന് തന്നെ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ഇതുപോലെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു, രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം, രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ആക്രമണം നടത്തി. പക്ഷെ നമ്മൾ കണ്ടു, ഇന്ത്യയുടെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് അനിൽ ചൗഹാൻ, അദ്ദേഹം തന്നെ പറയുന്നു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അത് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ലേ? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, അല്ലാതെ ഇന്ത്യ പാകിസ്ഥാനെ പോലെയുള്ള ഒരു സൈനിക രാജ്യമോ ഏകാധിപത്യ രാജ്യമോ അല്ല. ജനാധിപത്യ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ രാഹുൽ ഗാന്ധി ചോദിക്കാൻ ഇസ്രായേൽ അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാനെ തീവ്രവാദ രാജ്യമായി മുദ്ര കുത്തിക്കൊണ്ടൊരു പ്രസ്താവന നടത്താൻ കഴിഞ്ഞോ? നമ്മൾ ഇപ്പോൾ പറയുന്നു ശശി തരൂരിന്റെ നേതൃത്വത്തിൽ അവിടെ കൊളംബിയ എന്ന രാജ്യത്ത് പോയി. നമ്മൾ പറയുന്ന ഒരു നരേറ്റീവും ആദ്യം അംഗീകരിക്കാതിരുന്ന കൊളംബിയ എന്ത് ചെയ്തു? പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനയാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ നയതന്ത്രങ്ങൾ, നമ്മുടെ രാജ്യം വിജയിക്കണം, നമ്മുടെ രാജ്യം അഭിമാനത്തോടെ തലയിൽ നിൽക്കണം, നമ്മുടെ രാജ്യം എടുക്കുന്ന നിലപാടുകൾ മറ്റു രാജ്യം അംഗീകരിക്കണം. അതാണല്ലോ
കാരണം നമ്മളാണ് തീവ്രവാദത്തിന്റെ ഈര എന്ന് പറയുന്നത്. ശരി ശ്രീ ശ്രീ പണിക്കർ, ഇപ്പോൾ